ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ ഡ്രാമയുടെ മെയിൻ ലീഡായ ഇവനും ഈ പെൺകുട്ടിയും ബ്രദറും സിസ്റ്റേഴ്സുമാണ്. പക്ഷേ ബയോളജിക്കൽ ബ്രദർ സിസ്റ്റർ അല്ല, അഡോപ്റ്റീവ് ആണ്. ഇവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത രീതിയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. എന്നാൽ ഇവർക്കിടയിലുള്ള ഇഷ്ടം ഇവർ തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഇവർ സത്യത്തിൽ റിയലൈസ് ചെയ്തിട്ടില്ല. ഒരു ദിവസം ഇവൻ ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവളെ പുറത്ത് കാണാത്തതുകൊണ്ട് അവൻ അവളുടെ റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഇവൾ വയറുവേദന കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഫുഡ് പോയ്സൺ എന്നാണ് പറയുന്നത്. നൈറ്റ് മുഴുവനും ട്രിപ്പ് ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് അവൾക്ക് പെയിൻ കുറയുന്നില്ല. ഇത്തിരി ഒരു ആശ്വാസമാവുന്നതേ ഉള്ളൂ. പിറ്റേ ദിവസം അവൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് അവൻ തന്നെ അവളെ സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. എത്തിച്ചതിന് ശേഷം തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. രാത്രി അവൻ നോക്കുമ്പോൾ അവൾ വേദന കൊണ്ട് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൻ റൂമിലേക്ക് വന്നിട്ട് അവൾക്ക് പാഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൻ വിചാരിക്കുന്നത് അവൾക്ക് പീരീഡ്സ് ആയതിൻ്റെ പെയിൻ ആയിരിക്കും എന്നാണ്. പക്ഷേ അവൾക്ക് അതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിലെത്തിച്ച് ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അവളുടെ സ്റ്റൊമക്കിലൊരു പ്രോബ്ലം ഉണ്ട്. ഉടനെ തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ അവളുടെ ലൈഫിന് തന്നെ ആപത്താവുമെന്ന് ഡോക്ടർ പറയാണ്. അങ്ങനെ അവനും സർജറി ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവളെ ഈ ഒരു സിറ്റുവേഷനിൽ കാണാനായിട്ട്. അവൻ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ ആയിരുന്നു. ഇവൻ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അവളെ നല്ല രീതിയിൽ അവൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവൾക്ക് വെള്ളവും ഫുഡും എല്ലാം കൃത്യസമയത്ത് അവൻ എത്തിക്കുകയും അവളുടെ ഫുഡിൻ്റെ കാര്യത്തിലെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ കയ്യിൽ ഈ IV ഇട്ടിരിക്കുന്നതും അതുപോലെ ബ്രീത്തിങ് ട്യൂബ് ഇട്ടിരിക്കുന്നതും ഒന്നും അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ വളരെയധികം അപ്സെറ്റും വെറീഡും ആയിരുന്നു. കുറച്ചായിട്ട് അവളും റിക്കവർ ആവുന്നുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.